നിങ്ങളുടെ വണ്ടിയുടെ ഫ്യൂല് ഈ ലെവലിലാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യത്തിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഫ്യൂൽ കുറവുള്ളപ്പോൾ മാക്സിമം വണ്ടി ചെരിച്ച് പാർക്ക് ചെയ്യാതിരിക്കുക. പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റാർട്ട് ആവില്ല. എങ്ങനെയാണ് സ്റ്റാർട്ട് ആവേണ്ടത് വരുന്നത് ഞാൻ കാണിച്ചു തരാം. പെട്രോൾ ടാങ്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. ഈ പെട്രോൾ ടാങ്കിന്റെ ഉള്ളിൽ കണ്ടോ, ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു അര പോലത്തെ സംഭവമുണ്ട്, ഒരു സർക്കിള്. അപ്പൊ അതിന്റെ നടുഭാഗത്തായിട്ട് ഒരു ചെറിയ ഹോള് കണ്ടോ, ആ ഹോളിന്റെ ഇടയിൽ കൂടെയാണ് ഈ ചതുര സർക്കിളിന്റെ ഉള്ളിലേക്ക് പെട്രോൾ വന്ന് നിറയുക. അപ്പൊ ഈ പെട്രോൾ കുറവുള്ളപ്പോൾ അതായത് ഈ സംഭവം ഫ്യൂൽ പമ്പ്. അപ്പോൾ ഈ ഫ്യൂൽ പമ്പ് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇതിൽ കൂടെയാണ് പെട്രോൾ വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പെട്രോൾ കുറവുള്ളപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഈ ലെവലിൽ കിടക്കും. പെട്രോൾ നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിൽ ഈ ലെവലിലാണ് കിടക്കുക. അപ്പോൾ നമ്മൾ വണ്ടി എവിടെയെങ്കിലും ചെരിച്ച് പാർക്ക് ചെയ്തേക്കുന്ന സമയത്ത് ഇപ്പോൾ കയറ്റത്തെ കിടക്കണമെങ്കിൽ നമ്മൾ കയറ്റത്ത് പാർക്ക് ചെയ്യുമ്പോൾ ഈ കുറവുള്ള പെട്രോൾ എല്ലാം ഒരു സൈഡിലോട്ട് അങ്ങ് പോകും. ഒരു സൈഡിലോട്ട് മെല്ലെ അങ്ങ് ഇറങ്ങി പോയി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പെട്രോൾ ഉണ്ടാവില്ല. പെട്രോൾ മൊത്തം ഈ ഭാഗത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ പമ്പ് ഓൺ ആയാലും പെട്രോൾ വലിച്ചെടുക്കാൻ പറ്റില്ല. അതായത് പെട്രോൾ കുറവുള്ളപ്പോൾ അങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ട് ആവാതെ വരിക. അപ്പോൾ വണ്ടി നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മാക്സിമം നമ്മൾ ചെരിച്ച് പാർക്ക് ചെയ്യാണ്ട് നേരെ തന്നെ പാർക്ക് ചെയ്യുക. പിന്നെ ഒരു നിവൃത്തിയില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് അങ്ങനെ പാർക്ക് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ മുന്നിലും ബാക്കിലൊക്കെ വേറെ വണ്ടികളുള്ള സമയങ്ങളിലാണെങ്കിൽ ഇങ്ങനെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കയറി പോലും റിസ്ക് ആയിരിക്കും. ഫ്യൂൾ കണ്ടമാനം വാങ്ങി നിറക്കേണ്ടി വരും. ഞാൻ ഉദാഹരണമാണ് പെട്രോൾ ടാങ്ക് കാണിച്ചത്. ഡീസൽ ടാങ്കിലും പെട്രോൾ ടാങ്കിലും ഏതാണ്ട് ഒരു ഭൂരിഭാഗം എല്ലാ വണ്ടികൾക്കും ഇത് ബാധകമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ.